ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. LDCക്ക് ഇംഗ്ലീഷ് 10 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ 10 മാർക്ക് ഉറപ്പിക്കണം. 10 മാർക്ക് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് താഴെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം വളരെ യൂസ്ഫുൾ ആവും. അത്തരത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാക്ക് വിത്ത് എ സ്യൂട്ടബിൾ വെർബ്. സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അതായത് കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട് ഡാഷ് പ്ലേയിങ് ഫുട്ബോൾ. സബ്ജക്റ്റിന് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെർബ് സെലക്ട് ചെയ്യണം, പ്ലൂറലാണോ സിംഗുലർ ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആസ് വെൽ ആസ് വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ കൃഷ്ണയാണ് നമ്മൾ നോക്കുന്നത്. കൃഷ്ണ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെർബും എന്താവണം? സിംഗുലർ ആണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ചേർക്കാൻ പറ്റിയത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഈസ് പ്ലേയിങ് ഫുട്ബോൾ ആണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഉത്തരം പറഞ്ഞുതരാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. മർഡർ ഓഫ് എ കിങ്. സ്ഥിരം പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തരെ കൊല്ലുന്ന കൊലപാതകത്തിനെ പറയുന്ന വൺ വേർഡ് ഏതാണെന്നുള്ളത്. അപ്പോൾ കുറേ എണ്ണം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മർഡർ ഓഫ് എ കിങ്. കിങ്ങിൻ്റെ കൊലപാതകത്തിനെ പറയുന്നത് റെജിസൈഡ് എന്നാണ്. എന്താണ്? റെജിസൈഡ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കൊലപാതകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ഫെമിസൈഡ്. ഫെമിസൈഡ് എന്നാൽ എന്താണ്? നമുക്കറിയാം, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ചിന്താഗതിക്കാരാണ്. അപ്പോൾ കില്ലിങ് ഓഫ് എ വുമൺ ആണ്. ഒരു വുമണിനെ കൊല്ലുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫെമിസൈഡ് എന്നാണ് പറയുന്നത്. സൈഡ് എന്നാൽ കില്ലിങ് എന്നാണ് അർത്ഥം. ദെൻ ഫെമിസൈഡ് എന്ന് പറയുമ്പോൾ കില്ലിങ് ഓഫ് എ വുമൺ ആണ്. ഇനി അടുത്തത് ഫെറ്റിസൈഡ്. ഫെറ്റിസൈഡ് എന്നാണെങ്കിൽ അതായത് നമുക്ക് പെറ്റായിട്ടുള്ളത് നമ്മുടെ മക്കളാണ്, നമ്മുടെ സ്വന്തം മക്കളാണ്, വൺസ് ഓൺ ചൈൽഡാണ്. അപ്പം നമ്മുടെ സ്വന്തം കുട്ടിയെ കൊല്ലുന്നെങ്കിൽ അതിനെയാണ് ഫെറ്റിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കില്ലിങ് ഓഫ് വൺസ് ഓൺ ചൈൽഡാണ് ഫെറ്റിസൈഡ്. അടുത്തത് കില്ലിങ് ഓഫ് കില്ലർ ഓഫ് ഫ്ലവേഴ്സ്. അതായത് കില്ലർ ഓഫ് ഫ്ലവേഴ്സിനെ കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഫ്ലവേഴ്സിനെ കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫ്ലോറിസൈഡ് എന്നാണ് പറയുന്നത്. ഫ്ലോറി എന്ന് പറഞ്ഞാൽ പൂക്കളല്ലേ. ഫ്ലോറിസൈഡ് എന്ന് വെച്ചാൽ കില്ലിങ് ഓഫ് കില്ലർ ഓഫ് ഫ്ലവേഴ്സ്. അടുത്തത് ഫീറ്റിസൈഡ്. ഫീറ്റസ് എന്താണ്? ഫീറ്റസ് എന്നാൽ നമ്മുടെ ഭ്രൂണത്തിൽ വളരുന്ന കുഞ്ഞാണ്. അപ്പോൾ അതിനെ കൊല്ലുന്നതിനെ ഫീറ്റിസൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കില്ലിങ് ഓഫ് ഫീറ്റസ് ആണ് ഫീറ്റിസൈഡ്. അടുത്തത് ഫോമിസൈഡ്. ഫോമിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോമിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ഉറുമ്പിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് കിൽസ് ആൻഡ്. ഉറുമ്പുകളെ കൊല്ലുന്ന സബ്സ്റ്റൻസിനെ പൊതുവെ ഫോമിസൈഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോമിസൈഡ് എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് കിൽ ആൻഡ്സ്. അടുത്തത് ഫ്രാട്രിസൈഡ്. എന്താണ് ഫ്രാട്രിസൈഡ്? ഫ്രാട്രിസൈഡ് എന്നാൽ കില്ലിങ് ഓഫ് വൺസ് ബ്രദർ. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ ബ്രദറിനെ കൊല്ലുവാണെങ്കിൽ ആ കൊലപാതകത്തിനെ വിളിക്കുന്നത് ഫ്രാട്രിസൈഡ് എന്നാണ്. അപ്പോൾ ഫ്രാട്രിസൈഡ് എന്താണ്? കില്ലിങ് ഓഫ് വൺസ് ബ്രദർ ആണ്. അടുത്തത് ഫംഗിസൈഡ്. ഫംഗിസൈഡ് എന്താണ്? കില്ലിങ് ഓഫ് ഫംഗസ് ആണ്. കില്ലിങ് ഓഫ് ഫംഗസ് ആണ് ഫംഗിസൈഡ്. ജീനോസൈഡ്. ജീനോസൈഡ് എന്താണ്? കില്ലിങ് ഓഫ് എ റൈസ് ഓർ എത്നിക് ഗ്രൂപ്പാണ് ജീനോസൈഡ്. ഒരു എത്നിക് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു റൈസിനെ കില്ല് ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ ജീനോസൈഡ് എന്ന് പറയും. അടുത്തത് ജിഗാൻറ്റിസൈഡ്. എന്താണ് ജിഗാൻറ്റിസൈഡ്? നമ്മളൊരു ഗെയിൻറ്റിനെയാണ് കൊല്ലുന്നതെങ്കിൽ കില്ലിങ് ഓഫ് എ ഗെയിൻറ്റ് ആണ് ജിഗാൻറ്റിസൈഡ്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഗൈനസൈഡ്. പൊതുവെ ഗൈനക്കോളജി എന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിരിക്കുന്ന അസുഖത്തെ പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പം ഗൈന എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ത്രീകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗൈനസൈഡ് എന്താണ്? കില്ലിങ് ഓഫ് വുമൺ ആണ്. അപ്പോൾ ഫെമിസൈഡ് എന്നാൽ കില്ലിങ് ഓഫ് എ വുമൺ ആണ്. ഗൈനസൈഡ് എന്നാൽ കില്ലിങ് ഓഫ് വുമൺ ആണ്. അടുത്തത് ഹെർബിസൈഡ്. ഹെർബ് എന്ന് വെച്ചാൽ പ്ലാന്റ് ആണ്. കില്ലിങ് ഓഫ് പ്ലാന്റ്സ് ആണ് ഹെർബിസൈഡ്. ഇനി ഹെർട്ടിസൈഡ് ആണെങ്കിൽ കില്ലിങ് ഓഫ് ഹെർട്ടിക്സ് ആണ്. ഇനി ഒത്തിരി കില്ലിങ്ങുകളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. കിനൈൻ ഈസ് ഡാഷ് ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കോൾഡ് സിങ്കോണ. ആ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മെയ്ഡ് ഓഫോ മെയ്ഡ് ഫ്രമ്മോ ആണ് ഇവിടെ ആൻസർ വരാനുള്ളത്. പക്ഷേ നമുക്ക് എന്താണ്?
കൺഫ്യൂഷനാണ്. മെയ്ഡ് ഓഫ് വരുമോ മെയ്ഡ് ഫ്രം വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും പലരിലും കാണും. അപ്പോൾ ഇന്നത്തോടെ ആ കൺഫ്യൂഷൻ തീർക്കണം. അതെന്താണെന്ന് ഞാനൊരു ഇത് വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പം മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രം സ്ഥിരം PSC ചോദിക്കാറുള്ളതാണ്, കൺഫ്യൂസ്ഡ് ആക്കാറുള്ളതാണ്, നമ്മുടെ മാർക്ക് പോകാറുള്ളതാണ്. അപ്പോൾ മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രമും ഇനി മറക്കരുത്. മെയ്ഡ് ഓഫ് എന്നാൽ ഒരു സബ്ജക്റ്റ്, ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ഫോമിട്ട് അത് ഒരിക്കലും വേറൊരു ഫോമിലോട്ട് ചേഞ്ച് ചെയ്യത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെയേഴ്സ്, നമ്മൾ ചെയർ ഉണ്ടാക്കുന്നത് തടിയിൽ നിന്നാണ്. പക്ഷെ തടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ചെയർ ഉണ്ടാക്കിയാലും എന്താണ്, തടി തന്നെയാണ്. ഇനി ബ്രിക്സ് വെച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കുന്നു, വീട് വെച്ചാലും ബ്രിക്സ് തന്നെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ഫിസിക്കൽ ഫോമിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കും, ഉണ്ടാക്കി എന്നുള്ളതിന് മെയ്ഡ് ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ചെയേഴ്സ് ആർ മെയ്ഡ് ഓഫ് വുഡ്, അതായത് ചെയേഴ്സ് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചെയേഴ്സ് ആർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. മൈ ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് എന്ത്, ബ്രിക്സ്. അപ്പോൾ ആ ഉണ്ടാക്കിയ ഫിസിക്കൽ ഫോമിന് ഒരു മാറ്റവും ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ചേർക്കുന്ന ഫ്രൈസൽ വെർബ് മെയ്ഡ് ഓഫ് ആയിരിക്കും. എന്നാൽ ഫിസിക്കൽ ഫോമിൻ ഓഫ് ദ മെറ്റീരിയലിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയ്ഡ് ഫ്രം ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വൈൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഗ്രേപ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഗ്രേപ്സുമായിട്ട് യാതൊരു പുലബന്ധവും ഏതിനില്ല, വൈനിനില്ല. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, മെയ്ഡ് ഫ്രം യൂസ് ചെയ്യും. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. ഇനി പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് പല പല ട്രീസുകൾ മുറിച്ചിട്ട് അതിൽ നിന്ന് പൾപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ട്രീയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ട്രീയുടെ ഒരു ഫിസിക്കൽ ഫോമും അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുമ്പോൾ, പേപ്പർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഫിസിക്കൽ ഫോമിൻ്റെ ഓഫ് ദ മെറ്റീരിയലിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയ്ഡ് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷനല്ല, ഫ്രൈസ് വെർബാണ്. സോ മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത്, പിക്ക് ഔട്ട് ദ കറക്റ്റ് റിലേറ്റീവ് പ്രോനോൺ ഫ്രം ദ ഫോളോയിങ്. റിലേറ്റീവ് പ്രോനോൺ എടുക്കണം. ദ മാൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാനിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും ഏത് തന്നെ വരും, ഓപ്ഷൻ ബി തന്നെ വരും. ഹൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ മാൻ ഹൂ കെയിം യെസ്റ്റർഡേ വാസ് ഹെർ അങ്കിൾ. അടുത്തത്, ചേഞ്ച് ദ വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. അപ്പോൾ ബൈ ആൻ എൻജിൻ എന്നൊക്കെ വന്നിട്ടുണ്ട്, ഈസ് റൊട്ടേറ്റഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പാസീവാണ്. അപ്പോൾ തന്നിരിക്കുന്നതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം, ആക്റ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈസ് റൊട്ടേറ്റഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ഫോമിൻ്റെ പാസീവ് വോയിസ് ആണ്. സോ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ളത് ആൻ എൻജിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആൻ എൻജിൻ റൊട്ടേറ്റഡ് എന്നുള്ളത്, ഈസ് റൊട്ടേറ്റഡ് എന്നുള്ളത് ഏതായിട്ട് ചേഞ്ച് ആവും, റൊട്ടേറ്റ്സ് എന്നായിട്ട് മാറും. അപ്പോൾ ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. ദ ഗംഗ ഈസ് ഡാഷ് സേക്രഡ് റിവർ. ഗംഗ എന്താണ്, ഒരു പുണ്യ നദിയാണ്. അപ്പോൾ ഒരു എന്നുള്ള അർത്ഥത്തിൽ നമ്മളിവിടെ ഏത് ചേർക്കും, എ ആണ്. ദ ഗംഗ ഈസ് എ സേക്രഡ് റിവർ. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, വളരെ സിമ്പിളായിട്ട് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും അറിയാത്തവർക്ക് പഠിക്കാനുള്ള, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ, പിന്നെ നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഗ്രാമർ കംപ്ലീറ്റ് പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇതിന് നിങ്ങൾ ചെയ്യാനുള്ളത് PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് കോഴ്സസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. വൊക്കാബുലറി ക്ലാസ്, ഗ്രാമർ ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. കറക്റ്റ് പ്രിപ്പോസിഷൻ ചേർക്കണം. ഡു നോട്ട് ലോഫ് ഡാഷ് ദ പുവർ. എന്താണ്, ലോഫിന് ശേഷം ചേർക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും അറ്റ് ആണ്. ലോഫ് അറ്റ്. ഡു നോട്ട് ലോഫ് അറ്റ് ദ പുവർ ആണ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം ട്രാവലോഗാണ് വന്നിരിക്കുന്നത്. അപ്പം ട്രാവലിൻ്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം, TRAVEL ആണ്. അപ്പോൾ എന്തായാലും ട്രാവലോഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതേ വരത്തുള്ളൂ, ഓപ്ഷൻ ഡി മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതാണ് ട്രാവലോഗ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ട്രാവൽ ഓഗ്.
അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ഫോം ഓഫ് അഡ്ജക്റ്റീവ്? ഏതാണ്? പ്രൊപ്പലർ ഈസ് എ കൈൻഡ് ഓഫ് ഫാൻ വിത്ത് 2 or ഡാഷ് ബ്ലേഡ്സ്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 2 or more ബ്ലേഡ്സ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. എ പ്രൊപ്പലർ ഈസ് എ കൈൻഡ് ഓഫ് ഫാൻ വിത്ത് 2 or more ബ്ലേഡ്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ടീ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടീയുടെ പ്ലൂറൽ ഫോം എന്താണ്? ടീ നമ്മുടെ ചായകൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ടീസ് ആണ്. TEAS ആണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് കടന്നുപോയത്. ഈ 10 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷിനെ പറ്റി യാതൊരു അറിവും ഇല്ല എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.